ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ദിവസമാണ്. ഇന്ന് ഫുൾ ഓളാണ് വീഡിയോയിലുണ്ടാവുക. ഇന്ന് നോക്കിയിട്ടിട്ടുള്ളൊരു ചെറിയ പണിയാണ്, ചെറുതല്ല കുറച്ച് വലിയ പണിയാണ്. പാവൻ്റെ കുട്ടി കരച്ചിൽ, ഫസ്റ്റ് കരച്ചിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. വേറെ ഒന്നുമല്ല, കുഞ്ഞിപ്പെണ്ണിൻ്റെ വാക്സിൻ്റെ ദിവസമാണ്. അപ്പോൾ ആൾ രാവിലെ തന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ അലക്കലും ചായ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹെൽത്ത് സെൻറ്റർ വരെ ഒന്ന് പോകണം. ആൾക്കൊരു കുത്തിവെപ്പ് എടുക്കാണ്ട് അതിൻ്റെ മുമ്പുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ കാണുന്നത്. ഞാൻ അലക്കാൻ ഇറങ്ങിയ ആളിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ആൾ അപ്പോൾ ആൾ എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാം. എങ്ങോട്ട് പോവാ? ഹോസ്പിറ്റലിൽ പോവാ? അമ്മയും കുഞ്ഞും ബുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇവിടെ പോവാ. കുത്തിക്കാൻ പോവാ? ചോദിച്ചോക്കോ. അപ്പം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. 9:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് എത്താൻ പറഞ്ഞായിരുന്നു. എന്തായാലും ആൾ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറ. ചിറയുടെ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, പന്തംകോട്ട് ചിറ എന്നാണ് കേട്ടോ ആ ചിറയുടെ പേര്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ ഹെൽത്ത് സെൻ്റർ ഉള്ളത്. ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ ഗ്യാപ്പാണോ 3 കിലോമീറ്റർ ഗ്യാപ്പാണോ? 3 കിലോമീറ്റർ ഒന്നും ഇല്ല, 2-2.5 കിലോമീറ്റർ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് എത്തി. അവിടെ ആൾക്കൊരു ഊഞ്ഞാലി ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ, അതിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കയറണ്ട, നമുക്ക് ഇതിനകത്ത് പിള്ളേർക്ക് കുറച്ച് സെറ്റപ്പ് ഉണ്ട്. ഈ സൂചിയൊക്കെ വെക്കാൻ വരുന്ന ഇവിടെ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടികളുടെ കളിക്കുന്നത്. അപ്പോൾ അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞ ആളെ ഞാൻ അകത്തോട്ട് കൊണ്ടുവന്ന് പിന്നെ ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കളി വയ്ക്കുകയാണ്. ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ 2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്ക് ഊഞ്ഞാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇല്ലാലോ എന്നാണ് ഊഞ്ഞാലയ്ക്ക് പറയുന്നത്. എന്തായാലും കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഞങ്ങൾ പിന്നെ അവിടെ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ 2ാമത്തെ ആൾക്കാരായിരുന്നു. ആളുടെ പേരൊക്കെ എടുത്ത് വെയിറ്റൊക്കെ നോക്കി. എത്തിച്ചവിടെ അവിടെ എത്തിച്ചാ എത്തിക്കണോ? ഇങ്ങനെ എൻ്റെ കുട്ടീനെ ആരാ കാട്ടിയേ? അവൾക്കിപ്പോൾ 1.5 വയസ്സിലെ വാക്സിനാണ് ഇപ്പോൾ എടുത്തത്. എനിക്ക് അവളേക്കാൾ കൂടുതൽ കരഞ്ഞു ഞാനാട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അവൾ കരയണമെന്ന് എനിക്കിഷ്ടമല്ല. ഞാനൊന്നും ചിലപ്പോൾ പറയും അങ്ങനത്തെ പാരൻറ്റിങ് നല്ലതല്ല എന്ന്, പക്ഷെ എനിക്കെന്താണെന്നറിയില്ല. ഞാൻ അവളെ വഴക്ക് പറയും, അല്ലാതെ തല്ലുക പരിപാടി എനിക്കിഷ്ടമല്ല. എനിക്ക് ഭയങ്കര സങ്കടം വരും, എന്താണെന്നറിയില്ല. എന്തായാലും ആൾ സൂചി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അവിടെ കൂടെ നടത്തിക്കുമായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നല്ല വേദനയായിരിക്കും. ഇനി 5 വയസ്സിലുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വേദനയായിരിക്കുന്നുണ്ട് ഫുള്ള് നടത്തിക്കുമായിരുന്നു. അത് കൂടെ ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ കരഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.